ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ് തജ്വീദുൽ ഖുർആനിൻ്റെ 2022 നടന്ന എക്സാമിൻ്റെ മോഡൽ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇപ്പോൾ തജ്വീദുൽ ഖുർആനിൻ്റെ റിവിഷൻ പാഠഭാഗം മുഴുവനായിട്ടുള്ള റിവിഷനൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ റിവിഷൻ എന്നെഴുതിയ പാഠഭാഗം കാണും. അപ്പോൾ അത് ഓണാക്കിയിട്ട് കാണാം. തജ്വീദുൽ ഖുർആനും അഹ്കാമുൽ ഇസ്ലാമും ഞാൻ മുഴുവനായിട്ട് ചെയ്തിട്ടുണ്ട്. ദുറൂസ് ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിന്ന് തജ്വീദുൽ ഖുർആൻ്റെ മോഡൽ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ്, 6 വരെയുള്ള ചോദ്യങ്ങൾക്ക് ശരി അടയാളപ്പെടുത്താനാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണ്? യാസീൻ. യാസീൻ എന്നതിലെ മദ്. യാസീൻ എന്നതിലെ മദ് ഏതാണ്? നമ്മൾ ഫസ്റ്റ് ഒന്നാമത്തെ പാഠം തന്നെ ലാസിം ഹറഫി അല്ലേ? ലാസിം ഹറഫി, ഹറഫിൽ മദ് വരുന്നതിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നൂൻ, യാസീൻ, അലിഫ് ലാം മീം, ഖാഫ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ തദ്രിബാത്തിലെ കുറച്ച് ഉദാഹരണങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ലാസിം ഹറഫിയാണ്, എന്നാലും ലാസിമായ മദ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ലാസിം ആരിൽ ലീന് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ലാസിം ഹർഫിൽ വന്നത് കൊണ്ടാണ് ലാസിം ഹർഫി എന്ന് പറയുന്നത്. എന്നാലും മദ്ദശത്തിന് ശേഷം അവിടെ സ്ഥിരമായ സുക്കൂൻ ഉണ്ടാവുന്നത് കാരണം അവിടെ ലാസിമാണ്. മദ്ദശത്തിന് ശേഷം സ്ഥിരമായ സുക്കൂൻ വന്നാൽ ലാസിമാണ്, മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? മദ്ദുൽ ലാസിം, നീട്ടൽ നിർബന്ധമാണ്. എത്രയാണ്? മദ്ദുൽ ലാസിം നീട്ടൽ നിർബന്ധമാണ്. 6 ഹർക്കത്ത്, അതായത് 3 അലിഫിൻ്റെ കതിർ. 6 ഹർക്കത്ത്, 3 അലിഫിൻ്റെ കതിർ നീട്ടൽ നിർബന്ധമാണ്, മനസ്സിലാക്കുക. മദ്ദുൽ ലാസിം 6 ഹർക്കത്ത്, 6 ഹർക്കത്ത് നീട്ടൽ നിർബന്ധമാണ്. അപ്പോൾ ശരി അടയാളപ്പെടുത്താം. അടുത്തത് വസ്സമാഇ ബിനാഅൻ. വസ്സമാഇ ബിനാഅൻ എന്നതിൽ വഖഫ് ചെയ്യണം. എന്തിലാണ് വഖഫ് ചെയ്യേണ്ടത്? ബിനാഅ. എന്തിലാണ്? ഹംസയിലാണ് വഖഫ് ചെയ്യുന്നത്. ഹംസയിൽ. ബിനാഅ, ബിനാഅൻ നമ്മൾ പറയില്ല. വസ്സമാഇ ബിനാഅ, ബിനാഅ, ബിനാഅ എന്നതിൽ വഖഫ് ചെയ്യണം. എന്തിലാണ്? ഇവിടെ ബിനാഅ എന്ന് വന്ന ഹംസ വന്നു, പക്ഷെ ഇവിടെ നമ്മൾ അസ്ലിയായ മദ്ദിലാണ് നമ്മൾ വഖഫ് ചെയ്യുന്നത്. ബിനാഅ ഇവിടെ അലിഫിലാണ്, അസ്ലിയായ മദ്, അതായത് അലിഫിലാണ് നമ്മൾ വഖഫ് ചെയ്യുന്നത്, മനസ്സിലാക്കുക. അപ്പോൾ അത് ശരി അടയാളപ്പെടുത്താം. അപ്പോൾ നിങ്ങൾ 9ാമത്തെ പാഠം വഖഫ് അല മുനവ്വൻ എന്ന പാഠത്തിൽ അതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. പാഠഭാഗം നന്നായി മനസ്സിലാക്കുക. അടുത്തത് മുസ്ഹഫിലുള്ള ഹുറൂഫുൽ മുഖത്ത. മുസ്ഹഫിൽ എത്ര ഹുറൂഫ് മുഖത്ത ഉണ്ട്? അതായത് സൂറത്തുകളുടെ തുടക്കത്തിൽ പേര് വായിക്കപ്പെടുന്ന ഹർഫുകൾ കൊണ്ട് തുടങ്ങുന്നത്, ആ ഹർഫുകളുടെ പേരെന്നെ വായിക്കപ്പെടും. അതിനാണ് ഹുറൂഫ് മുഖത്ത എന്ന് പറയുന്നത്. അങ്ങനെ 14 ഹർഫുകളാണുള്ളത്. 14 ഹർഫുകൾ ഹുറൂഫ് മുഖത്ത. 14 ഹർഫ് 29 സൂറത്തുകളിൽ, 29 സൂറത്തുകളിൽ ഉണ്ട്. അപ്പോൾ ഇവിടെ ഹർഫുകളാണ് ഉദ്ദേശിച്ചത്. ഹുറൂഫ് മുഖത്ത 14. അപ്പോൾ 14 എന്നത് നമുക്ക് ശരിയടയാളപ്പെടുത്താം. അടുത്തത് അതിൽ മദ്ദുൽ ആരിൽ നീട്ടലാണ് നല്ലത്. എത്രയാണ് നീട്ടൽ നല്ലത്? 3 അലിഫിൻ്റെ കതിർ വരെ നീട്ടലാണ് നല്ലത്. 3 അലിഫിൻ്റെ കതിർ, 3 അലിഫിൻ്റെ കതിർ വരെ നീട്ടലാണ് നല്ലത്, മനസ്സിലാക്കുക. 3 അലിഫിൻ്റെ കതിർ വരെ നീട്ടലാണ് മദ്ദുൽ ആരിൽ നല്ലത്. അപ്പോൾ ശരി അടയാളപ്പെടുത്താം. മദ്ദുൽ ആരിൽ, മനസ്സിലാക്കുക. മദ്ദുൽ ലാസിമിന് ഉദാഹരണം. മദ്ദുൽ ലാസിമിന് ഉദാഹരണം എന്താണ്? ലാസിം, ഖാഫ് അല്ലേ? നമ്മൾ 1ാമത്തെ പാഠത്ത് പറഞ്ഞത് ലാസിം ഹർഫി തന്നെ. അപ്പോൾ ഇവിടെ ഷാ, ഒരേ പദത്തിൽ മദ്ദശത്തിന് ശേഷം ഒരേ പദത്തിൽ ഹംസ വന്നു അല്ലേ? അപ്പോൾ ഇവിടെ എന്തായിരുന്നു? മുത്തസിലായ മദ്ദാണ്. അടുത്ത തുഫ്ലിഹൂൻ. തുഫ്ലിഹൂൻ എന്നതിലെ മദ്ദശത്തിന് ശേഷം സുക്കൂന് വരുന്നു വഖഫിൻ്റെ കാരണത്താൽ. അപ്പോൾ അവിടെ മദ്ദുൽ ആരിലാണ് വന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക.
അടുത്ത ഇവിടെ മാച്ച് ചെയ്യാനാണ്, ചേരുംപടി ചേർക്കാനാണ്. അപ്പോൾ മദ്ദുകളെ കുറിച്ചിട്ട് നന്നായി മനസ്സിലാക്കിയാലാണ് ഇത് നമുക്ക് മാച്ച് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അൽ മദ്ദുൽ മുത്തസിൽ, മുത്തസിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. മുത്തസിൽ എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരവും ഹംസയും ഒരേ കലിമത്തിൽ വരണം, മുത്തസിൽ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഏതാണ് വന്നത്? മലായിക്കത്തുൻ, മലായിക്കത്തുൻ. ലാമ് മദ്ദക്ഷരം, ലാമിന് അലിഫ് കൊണ്ട് നീട്ടുന്നു, അതേ കലിമത്തിൽ തന്നെ ഹംസയും വന്നു, മലായിക്കത്തുൻ മനസ്സിലാക്കുക. അപ്പം അതിൻ്റെ ഡി നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. അടുത്തത് മുൻഫസിൽ, മുൻഫസിൽ എന്ന് പറഞ്ഞാൽ മുൻഫസിൽ, രണ്ട് കലിമത്താക്കി മനസ്സിലാക്കുക, മുൻഫസിൽ. അപ്പം മദ്ദക്ഷരവും അടുത്ത കലിമത്തിൻ്റെ ആദ്യത്തിൽ ഹംസയും വരണം. ഇന്നാ അൻസൽനാ, നൂനിന് അലിഫ് കൊണ്ട് നീട്ടി, അടുത്ത കലിമത്ത് അൻസൽന, ആദ്യത്തിൽ ഹംസയും വന്നു. അപ്പോൾ നമുക്കതിൻ്റെ ഈ എഴുതാം. അടുത്തതാ മദ്ദുൽ ആരിൽ, മദ്ദുൽ ആരിൽ വഖഫിൻ്റെ കാരണത്താൽ മദ്ദക്ഷരത്തിന് ശേഷം പുതുതായി സുക്കൂന് വരണം. അപ്പോൾ ഇവിടെ എവിടെയാണ്? അല്ലമൽ ഖുർആൻ, ഖുർആൻ മദ്ദക്ഷരം അലിഫ് മദ് വന്നു, അതിന് ശേഷം നൂനിന് ആരിലായ സുക്കൂന് വരുന്നു. അപ്പം അതിൻ്റെ എ നമുക്കവിടെ എഴുതാം. അടുത്തതാ മദ്ദുൽ ലാസിം, ലാസിം മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് വരണം. അപ്പോൾ ഇവിടെ അൽഹാക്ക, അൽഹാക്ക. ലാസിം കലമീ, ലാസിം കലമീ കലിമത്തിൽ മദ്ദക്ഷരം വന്നു, ഹ എന്നുള്ള അവിടെ മദ്ദക്ഷരം വന്നു, അതിന് ശേഷം ക ശബ്ദമുള്ള കാഫ് വന്നു. ഹർക്കത്തുള്ളൊരു അക്ഷരവും സുക്കൂനുള്ള അക്ഷരവും കൂടി ചേരുമ്പോഴാണ് ശബ്ദമുള്ളൊരു അക്ഷരം ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ ഹ ക ക. അപ്പോൾ ആദ്യം സുക്കൂനുള്ളൊരു അക്ഷരം വന്ന് പിന്നെ ഹർക്കത്തുള്ളൊരു അക്ഷരം. അപ്പോൾ ഇവിടെ മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് വരുന്നതാണ് ലാസിം, ലാസിം. ലാസിം കലമി, കലിമത്തിലാണ് ഇത് വന്നത്, അതും കൂടി മനസ്സിലാക്കാം. അപ്പം അതിൻ്റെ ബി നമുക്കവിടെ എഴുതി കൊടുക്കാം. അടുത്ത മദ്ദുൽ ലീന്, ലീനക്ഷരം, ലീനക്ഷരത്തിന് ശേഷം വഖഫിൻ്റെ കാരണത്താൽ സുക്കൂന് വരുന്നത്. വാവും യാവും ആണ് ലീനക്ഷരം. വസ്സൈഫ്, വസ്സൈഫ് യാ. ലീനക്ഷരം യാവും വാവും ആണെങ്കിൽ അതിനൊരു സുക്കൂനുള്ള അക്ഷരമായിട്ടാണ് അത് വരിക. അപ്പം അതൊന്ന് മനസ്സിലാക്കണം, യാവും വാവും. വസ്സൈഫ് ഇവിടെ യാ ആണ് വന്നത്, മനസ്സിലാക്കുക. ലീനക്ഷരം സി, മദ്ദുല്ലീന്. അപ്പം ഇത് നന്നായി മനസ്സിലാക്കുക. ഉദാഹരണങ്ങൾ വേറെയും വരാം, ഇത് തന്നെയാണ് വരിക. ഉദാഹരണം മനസ്സിലാക്കുക, എന്നിട്ട് വേണം ഓപ്ഷൻ എടുത്തെഴുതാൻ. അടുത്തത് എന്താണ്? പൂരിപ്പിക്കാനാണ്. താഉ മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ ഡാഷ് ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. താഉ മർബൂത്ത, താഉ മർബൂത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ വരുന്ന താഇനെയാണ് താഉ മർബൂത്ത എന്ന് പറയുന്നത്. അതിന് മറ്റൊരു പേരാണ് ഹാ ഉത്ത് ഇനീസ്, ഹാ ഉത്ത് ഇനീസ്, ഹാ ഉ മർബൂത്ത. അപ്പോൾ ഖുർആനിൽ ചില സ്ഥലങ്ങളിൽ ഈ താ കാണും. അപ്പോൾ അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഡാഷ് ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. എന്താണ്? ഹാ ഉ മർബൂത്തക്ക് ഹാ ഉ തഅനീസ് എന്ന് പേരുണ്ട്. ഹാ ഉ തഅനീസ് വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. ഹാ മനസ്സിലാക്കുക, ഹാ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. താ മജ്റൂറ, മജ്റൂറ താ, താ ആയിട്ട് തന്നെയാണ് അവിടെ ഉച്ചരിക്കേണ്ടത്, മനസ്സിലാക്കുക. ഹാ ഉ തഅനീസിൽ വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. ചേർത്തി ഓതുമ്പോൾ അവിടെ താ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. മദ്ദുല്ലീൻ ഡാഷ് കതിറായി ചുരുക്കലാണ് നല്ലത്. മദ്ദുല്ലീന് ഒരു അലിഫിൻ്റെ കതിറായി ചുരുക്കലാണ് നല്ലത്. ഒരു അലിഫിൻ്റെ കതിറായി ചുരുക്കലാണ് നല്ലത്. 3 അലിഫ് നീട്ടാമെങ്കിലും ഒരു അലിഫിൻ്റെ കതിറായി ചുരുക്കലാണ് നല്ലത്. മദ്ദുല്ലീനെ മനസ്സിലാക്കുക. അടുത്തത് വഖഫിൻ്റെ കാരണത്താൽ ലഭിക്കുന്ന സുക്കൂനുകൾക്ക് ഡാഷ് എന്ന് പറയുന്നു. വഖഫിൻ്റെ കാരണത്താൽ ലഭിക്കുന്ന സുക്കൂനുകൾക്ക് ആരിലായ സുക്കൂന് എന്ന് പറയുന്നു. ആരിലായ
സുക്കൂന് എന്ന് പറയുന്നു. മനസ്സിലാക്കുക. വഖഫിൻ്റെ കാരണത്താൽ ലഭിക്കുന്ന സുക്കൂന്, അതിന് ആരിലായ സുക്കൂന് എന്നാണ് പറയുന്നത്. മനസ്സിലായ? സുക്കൂനുകൾക്ക് ആരില് എന്ന് പറയുന്നു. അങ്ങനെ എഴുതാം. അടുത്തത് ഹ ഉ തഅനീസ് ചേർത്ത് ഓതുമ്പോൾ, ഹ ഉ തഅനീസ് ചേർത്ത് ഓതുമ്പോൾ ഡാഷിൻ്റെ മഹ്റജിൽ നിന്ന് തന്നെ വായിക്കണം. ഹ ഉ തഅനീസിൽ ചേർത്ത് ഓതുമ്പോൾ താഇൻ്റെ മഹ്റജിൽ നിന്ന് തന്നെ, താഇൻ്റെ മഹ്റജ്, താഇൻ്റെ എന്ന് എഴുതിയാൽ മതി. താ, ഈ താ ആണ് കേട്ടോ. താഇൻ്റെ മഹ്റജിൽ നിന്ന് തന്നെ വായിക്കണം. ഹ ഉ തഅനീസ് വഖഫ് ചെയ്യുമ്പോഴാണ് ഹ ആയിട്ട് വഖഫ് ചെയ്യേണ്ടത്. മർബൂത്തയും തഅനീസും ഒന്ന് തന്നെയാണ്. മനസ്സിലാക്കണം കേട്ടോ, മാറിപ്പോവരുത്. ഹ ഉ തഅനീസിൽ ചേർത്തി ഓതുമ്പോൾ താ ആയിട്ടും വഖഫ് ചെയ്യുമ്പോൾ ഹ ആയിട്ടാണ് വായിക്കേണ്ടത്. മനസ്സിലാക്കുക. അടുത്തത് മദ്ദക്ഷരത്തിനു ശേഷം വഖഫിൻ്റെ കാരണം, വഖഫ് കാരണം സുക്കൂന് വന്നാൽ ഡാഷ് ഉണ്ടാകുന്നു. മദ്ദക്ഷരത്തിന് ശേഷം വഖഫിൻ്റെ കാരണത്താൽ സുക്കൂന് വന്നാൽ ആരിൽ, മദ്ദുൽ ആരിൽ ഉണ്ടാകുന്നു. മദ്ദക്ഷരത്തിന് ശേഷം വഖഫിൻ്റെ കാരണത്താൽ സുക്കൂന് ഉണ്ടാകുന്നതിന് മദ്ദുൽ ആരിൽ എന്ന് പറയുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ലീനക്ഷരത്തിനു ശേഷം വഖഫിൻ്റെ കാരണത്താൽ സുക്കൂന് വന്നാൽ ഉണ്ടാകുന്നതാണ് മദ്ദുൽ ലീന്. അത് മനസ്സിലാക്കണം. ലീനക്ഷരത്തിന് ശേഷം മദ്ദുൽ ലീന്, മദ്ദക്ഷരത്തിന് ശേഷം വഖഫിൻ്റെ കാരണത്താൽ സുക്കൂന് വരുന്നത് ആരിലായ സുക്കൂന്, മദ്ദുൽ ആരിൽ. അത് മനസ്സിലാക്കുക. അടുത്തത് ഖുർആനിൽ സക്കത്തയുള്ളത് ഡാഷ് സ്ഥലങ്ങളിലാണ്. 4 സ്ഥലങ്ങളിലാണ്. ഖുർആനിൽ സക്കത്തയുള്ളത് 4 സ്ഥലങ്ങളിലാണ്. അപ്പോൾ അത് നിങ്ങൾ അവസാനത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഏതൊക്കെ സൂറത്തിൽ നിന്നാണ് സക്കത്ത വന്നത്, ഏത് ആയത്തിൽ നിന്നാണ് എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ അത് മാച്ച് ചെയ്യാൻ വരും. കഹ്ഫ് സൂറത്തിലുണ്ട്. കഹ്ഫ് സക്കത്ത, ഓപ്ഷനിലെ സക്കത്ത ഉണ്ടെങ്കിൽ നമുക്കത് എഴുതാൻ കഴിയണം. അപ്പം അത് നന്നായി മനസ്സിലാക്കണം കേട്ടോ. അടുത്തത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. സക്കത്തയുടെ അടയാളം, സക്കത്തയുടെ അടയാളം എന്താണ്? സീനാണ്. സീൻ എഴുതിയാൽ മതി. സക്കത്തയുടെ അടയാളം, സക്കത്തയെ സൂചിപ്പിക്കുന്നത് സീൻ എന്ന അടയാളാണ് അതിൻ്റെ ഉദ്ദേശം. സീൻ എന്ന അടയാളാണ് സക്കത്തയുടെ ഉദ്ദേശം. അപ്പോൾ സീൻ എഴുതുക. അടുത്തത് ഖാഫ് ഹയ ഐൻ സ്വാദ് എന്നതിൽ ലാസിമായ മദ്ദുകളുടെ എണ്ണം. ഇതിൽ എത്ര ലാസിമായ മദ്ദുണ്ട്? എത്ര മദ്ദാണ്? 3 മദ്ദുകളാണ്. ലാസിമായ മദ് 3 എണ്ണം ഉണ്ട്. അപ്പം 3 എന്ന് എഴുതാം. അടുത്തത് താ ഉ മർബൂത്തയുടെ മറ്റൊരു പേര്. താ ഉ മർബൂത്തയുടെ മറ്റൊരു പേരാണ് ഹ ഉ തഅനീസ്. ഹ ഉ തഅനീസ് മാറിപ്പോവരുത് കേട്ടോ. മജ്റൂറയും മർബൂത്തയുമാണ്. അപ്പം അതിൻ്റെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത് കേട്ടോ. അപ്പം മർബൂത്തയുടെ മറ്റൊരു പേര് ഹ ഉ തഅനീസ് മനസ്സിലാക്കുക. അടുത്തത് വലം യജ്അൽ ലഹു ഇവജൻ ഖയ്യിമൻ. എന്താണ് ഇവിടെ? സക്കത്തയുടെ ആയത്തുള്ള സൂറത്താണ്. ഇത് സക്കത്തയുടെ ആയത്താണ്. അപ്പം സക്കത്തയുടെ ആയത്തുള്ള സൂറത്ത് ഏതെന്ന്, ഈ ആയത്ത് ഏത് സൂറത്തിൽ നിന്നാണെന്നാണ്. അപ്പം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പം ഇത് ഏത് സൂറത്തതാണ്? വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമ. കഹ്ഫ് സൂറത്തിലെ ആയത്താണ്. മനസ്സിലാക്കുക. കഹ്ഫ് സൂറത്ത്. അപ്പോൾ കഹ്ഫ് എന്ന് എഴുതാം. അടുത്തത് ഐൻ സീൻ ഖാഫ് എന്നതിൽ ഐനിനെ നീട്ടൽ നിർബന്ധമായ അലിഫിൻ്റെ ഖദർ ലാസിമാണ് അല്ലേ? ലാസിമായ മദ്ദാണ് ഇവിടെ. അപ്പോൾ അവിടെ എത്രയാണ് നീട്ടേണ്ടതെന്നാണ്. എത്രയാണ്? 3 അലിഫിൻ്റെ ഖദർ. 3 അലിഫിൻ്റെ ഖദർ 6 ഹർക്കത്ത് വരെ നീട്ടണം. നീട്ടൽ നിർബന്ധമാണ്. അപ്പം നമുക്കിവിടെ 3 അലിഫിൻ്റെ ഖദർ എന്ന് എഴുതാം. മനസ്സിലാക്കുക. അടുത്തത് വആമനഹും മിൻ ഖൗഫ്. ഇതിൽ ഖൗഫ് എന്നതിലെ മദ്, ഖൗഫ് വാവ്
ഖൗഫ് എന്നതിൽ മദ് നിങ്ങൾ കാണൂല അല്ലേ, നീട്ടാനൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പം മാറിപ്പോവണ്ട. ഇവിടെ ഹൗഫ് ലീനക്ഷരമാണ്, വാവ് സുക്കൂനുള്ള വാവ് വന്നു, മനസ്സിലാക്കുക. അപ്പം ഇതിലെ മദ് ഏതാണ്? മദ്ദുല്ലീന്. മദ്ദുല്ലീൻ എന്ന് എടുത്തെഴുതുക, മാറിപ്പോവരുത്. അതുപോലെ ഖുറൈഷ്, ഖുറൈഷ് അവിടെ സുക്കൂനുള്ള യാ വരും. അപ്പം അവിടെ മദ്ദക്ഷരത്തെ നമ്മൾ കാണൂല, നമ്മൾ നീട്ടാനുള്ള യാ വാവ് അലിഫ് അതിനെയാണ് നമ്മൾ ശ്രദ്ധിക്കുക, മാറിപ്പോവരുത്. ഖുറൈഷ്, ബൈത്ത്, ഖൗഫ്, സ്വൈഫ് ഇതൊക്കെ വരുമ്പോൾ എന്താണ് അവിടെ? മദ്ദുല്ലീനാണ്. അപ്പോൾ മനസ്സിലാക്കുക കേട്ടോ. അടുത്ത ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ഫത്ഹ് തൻവീനിൽ വഖഫ് ചെയ്യുമ്പോൾ എത്ര ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണം? എത്ര ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണം? ഫത്ഹ് തൻവീനിൽ. അപ്പോൾ എന്താണ് പറഞ്ഞത് നമ്മൾ? ഫത്ഹ് തൻവീനും വരുമ്പോൾ എന്താണ്? അലിഫിലാണ് നമ്മളവിടെ വഖഫ് ചെയ്യുന്നത് അല്ലേ. അസ്ലിയായ മദ് നൽകി വഖഫ് ചെയ്യും. അപ്പോൾ അവിടെ രണ്ട് ഹർക്കത്താണ്, രണ്ട് ഹർക്കത്ത് വരെ നീട്ടണം. അപ്പോൾ അത് ഇവിടെ രണ്ട് ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാം. അസ്ലിയായ മദ്ദിൽ വഖഫ് ചെയ്യുമ്പോൾ രണ്ട് ഹർക്കത്തിൻ്റെ ഖദർ, അതായത് ഒരു അലിഫ് നീട്ടലാണ്, ഒരു അലിഫ് നീട്ടിയാണ് വഖഫ് ചെയ്യേണ്ടത്. ഒരു അലിഫ് നീട്ടിയാണ് വഖഫ് ചെയ്യേണ്ടത്, രണ്ട് ഹർക്കത്ത്, മനസ്സിലാക്കുക. അടുത്തതാ, അസ്ലിയായ മദ്ദിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതെല്ലാം? അസ്ലിയായ മദ്ദിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? അപ്പോൾ നിങ്ങൾ ആറാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? അസ്ലിയായ മദ്ദിൻ്റെ ഖദറിനേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്യരുത്. അസ്ലിയായ മദ്ദിൻ്റെ ഖദറിനേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്യരുത്. അവസാനത്തിൽ മീമിൻ്റെയോ ഹാഇൻ്റെയോ ശബ്ദം വരരുത്, മനസ്സിലാക്കുക. അസ്ലിയായ മദ്ദിൻ്റെ ഖദറിനേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്യരുത്. അവസാനത്തിൽ മീമിൻ്റെയോ ഹാഇൻ്റെയോ ശബ്ദം വരരുത്. അപ്പോൾ അസ്ലിയായ മദ്ദിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതാണ്, മനസ്സിലാക്കിയിട്ട് പഠിക്കാം. നിങ്ങൾ ആറാമത്തെ ചാപ്റ്ററിലുണ്ട്, അത് നന്നായി മനസ്സിലാക്കിയിട്ട് പഠിക്കട്ടോ. അടുത്ത ചോദ്യം എന്താണ്? ഹുറൂഫ് മുഖത്ത എന്ന് പറയുന്നത് എന്തിനാണ്? ഹുറൂഫ് മുഖത്ത എന്ന് പറയുന്നത് എന്തിനാണ്? സൂറത്തുകളുടെ തുടക്കത്തിൽ പേര് വായിക്കപ്പെടുന്ന ഹർഫുകൾക്കാണ് ഹുറൂഫ് മുഖത്ത എന്ന് പറയുന്നത്. സൂറത്തുകളുടെ തുടക്കത്തിൽ പേര് വായിക്കപ്പെടുന്ന ഓതക്കപ്പെടുന്ന അങ്ങനെയൊക്കെ പറയാം. ഖുർആനല്ലേ, അപ്പം നമുക്കവിടെ ഓതക്കപ്പെടുന്ന എന്നൊക്കെ ചേർത്ത് എഴുതി കൊടുക്കാം, മനസ്സിലാക്കുക. അതിനാണ് ഹുറൂഫ് മുഖത്ത എന്ന് പറയുന്നത്. അടുത്തതാ, അൽ മദ്ദുൽ മുൻഫസിൽ ഉണ്ടാകുന്നത് എപ്പോൾ? മുൻഫസിൽ ഉണ്ടാകുന്നത് എപ്പോഴാണ്? മുൻഫസിലും മുത്തസിലൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടിനാണ് പഠിച്ചത്. എന്നാലും അതിനെക്കുറിച്ചിട്ട് ഒരു ചെറു വിവരണം നിങ്ങൾക്കൊരു ചാപ്റ്ററിൽ തരുന്നുണ്ട്. എത്രാമത്തെ ചാപ്റ്ററിലാണ് തരുന്നത്? 5ാമത്തെ ചാപ്റ്ററിൽ മദ്ദുകൾ ഒറ്റ നോട്ടത്തിൽ എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പം മദ്ദുൽ മുൻഫസിൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മദ്ദുൽ മുൻഫസിൽ ഉണ്ടാകുന്നത് എപ്പോഴാണ്? മദ്ദക്ഷരത്തിനു ശേഷം അടുത്ത കലിമത്തിൽ ഹംസ വന്നാൽ ഉണ്ടാകുന്നതാണ്. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത കലിമത്തിൻ്റെ ആദ്യത്തിൽ അങ്ങനെ എഴുതാം, വന്നാൽ ഉണ്ടാകുന്നതാണ് മുൻഫസിൽ. മുൻഫസിൽ മനസ്സിലാക്കുക. ഞാൻ ഓപ്ഷൻ തന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടായിരുന്നു. മുൻഫസിൽ രണ്ട് കലിമത്താക്കിയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ മദ്ദക്ഷരം ആദ്യത്തെ കലിമത്തിലും അടുത്ത കലിമത്തിൻ്റെ ആദ്യത്തിൽ ഹംസയും വരുന്നതാണ് മുൻഫസിൽ, മനസ്സിലാക്കിയിട്ട് പഠിക്കുക. 5ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ എല്ലാ മദ്ദുകളെ കുറിച്ചിട്ടും ഒറ്റ നോട്ടത്തിൽ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, അത് നന്നായി മനസ്സിലാക്കി പഠിക്കാം. അടുത്തത് എന്താണ്? ഹംസയുടെ മുമ്പ് അലിഫ് ഉള്ള പദങ്ങൾ എഴുതുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? ഹംസയുടെ മുമ്പ് അലിഫുള്ള പദങ്ങൾ എഴുതുമ്പോഴുള്ള പ്രത്യേകത എന്താണ്?
അപ്പോൾ അത് ഞാൻ ഇവിടെ കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. സവാ അൻ മാ അൻ. ഇവിടെയൊക്കെ എന്താ പ്രത്യേകത എന്താണ്? ഹംസ ആണ് അവസാനം വന്നത്. അപ്പം അതിന് മുമ്പ് മദ്ദക്ഷരം വന്നു. അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത എന്താ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ? അപ്പോൾ ഇവിടെ ഹംസയുടെ മുമ്പ് അലിഫുള്ള പദങ്ങളിൽ ഹംസക്ക് ശേഷം അലിഫ് എഴുതാറില്ല. എന്നാൽ ഇവിടെ അസ്ലിയായ മദ്ദിലാണ് നമ്മൾ വഖഫ് ചെയ്യുന്നത്. മനസ്സിലാക്കുക. സവാ ആ മാ ആ. അപ്പം അത് ഖുറാനോത്ത് നമുക്ക് ഓതുമ്പോഴാണ് നമുക്ക് ശരിയായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇവിടെ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ സവാ അൻ മാ അൻ എന്നൊക്കെ വായിക്കും. അപ്പം ഹംസയുടെ മുമ്പ് അലിഫുള്ള പദങ്ങളിൽ ഹംസക്ക് ശേഷം അലിഫ് എഴുതാറില്ല. അസ്ലിയായ മദ് നൽകിയാണ് വഖഫ് ചെയ്യേണ്ടത്. അപ്പം അത്രയാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ 2 ഹർക്കത്തിൻ്റെ കതിർ നീട്ടണം. അപ്പോൾ അവിടെ അസ്ലിയായ മദ് കൊണ്ടാണ് വഖഫ് ചെയ്യേണ്ടത്. അത് മനസ്സിലാക്കിയിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് അപ്പോൾ ഓത്തിൻ്റെ ഖിറാഅത്തിൽ നമ്മൾ എങ്ങനെയാണ്? വ അൻസൽനാ മിനസ് സമാഇ മാഅൻ സജ്ജാജ. ചേർത്ത് ഓതുമ്പോൾ അങ്ങനെ ഓതിപ്പോവും അല്ലേ? വഖഫാണെങ്കിൽ എങ്ങനെ? മിനസ് സമാഇ മാഅ. അലിഫിലേക്ക് വഖഫ് ചെയ്യും. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ നന്നായി മനസ്സിലാക്കുക. എഴുതേണ്ട രീതി മനസ്സിലാക്കി പഠിക്കുക. ഹംസയുടെ മുമ്പ് അലിഫുള്ള പദങ്ങളിൽ ഹംസക്ക് ശേഷം അലിഫ് എഴുതാറില്ല. പ്രത്യേകതയാണ് ചോദിച്ചത്. അലിഫ് എഴുതാറില്ല. അസ്ലിയായ മദ്ദിൽ തന്നെയാണ് ഇവിടെയും വഖഫ് ചെയ്യേണ്ടത്. മനസ്സിലാക്കുക. അടുത്തത് ലീനക്ഷരങ്ങൾ ഏതെല്ലാം? ലീനക്ഷരങ്ങൾ ഏതൊക്കെയായിരുന്നു? വാവും യാഉം. വാവും യാഉം ആണ് ലീനക്ഷരം. മനസ്സിലാക്കുക. അടുത്തത് സക്കത്ത ചെയ്യേണ്ടത് എങ്ങനെ? സക്കത്ത ചെയ്യേണ്ടത് എങ്ങനെയാണ്? സക്കത്തയുള്ള സ്ഥലങ്ങളിൽ ശ്വാസം നിലക്കാതെ അല്പം അടങ്ങണം. സക്കത്തയുള്ള സ്ഥലങ്ങളിൽ ശ്വാസം നിലക്കാതെ അല്പം അടങ്ങണം. ഇതിനാണ് സക്കത്ത എന്ന് പറയുന്നത്. സക്കത്തയുള്ള പദങ്ങളിൽ ശ്വാസം നിലക്കാതെ അല്പം അടങ്ങണം. മനസ്സിലാക്കി പഠിക്കാം. അടുത്തത് 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കാനാണ്. എന്താണ്? ഓതേണ്ട ക്രമത്തിൽ എഴുതാൻ. അതായത് നമുക്ക് പാഠത്ത് തന്നിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ എഴുതേണ്ട എങ്ങനെയാണ് ഓതേണ്ടതെന്ന്. അപ്പം അത് ആ ക്രമത്തിൽ എഴുതാനാണ്. അപ്പം ഖാഫ് ഹയ ഐൻ സ്വാദ്. അപ്പം അത് അതുപോലെ എഴുതാം. അലിഫ് ലാം മീം റാ അങ്ങനെ എഴുതാം. അടുത്തതാ ഐൻ സീൻ കാഫ്. അടുത്തത് തോസീൻ മീം. അപ്പോൾ അതിൻ്റെ ഒക്കെ എഴുത്ത് രീതി നമ്മൾ പാഠബുക്കിൽ എഴുതി മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇതുപോലെ എഴുതാൻ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. മനസ്സിലാക്കുക. അടുത്തതെന്താണ്? യോജിച്ച ഉദാഹരണം ചേർത്ത് എഴുതി കൊടുക്കാനാണ്. അൽ മദ്ദുൽ ലാസിം ഹറഫിക്ക് ഉദാഹരണം ഇതിൽ എടുത്ത് എഴുതണം. ലാസിം ഹറഫി, ഹറഫിൽ മദ് വന്നത്. ഹറഫിൽ മദ് വന്നത് അലിഫ് ലാം മീം റാ. അപ്പോൾ അതന്നെ 1ാമത്തെ ലൈനിലേക്ക് നമുക്ക് എടുത്ത് എഴുതാം. അടുത്തതാ മദ്ദുൽ ലാസിം കലമി, കലിമത്തിൽ വന്നത്. കലിമത്തിൽ വന്നത് എന്താണ്? വസ്സോഫാത്തി. മനസ്സിലായില്ല? അപ്പോൾ അത് 2ാമത്തെ ലൈനിലേക്ക് എടുത്ത് എഴുതാം. അടുത്ത മദ്ദുൽ ആരിൽ. മദ്ദുൽ ആരിൽ, ആരിലായ സുക്കൂന് മദ്ദശത്തിന് തഅലമൂൻ. അപ്പോൾ അത് 3ാമത്തേലേക്ക് എടുത്ത് എഴുതാം. അടുത്തതാ മദ്ദുൽ മുൻഫസിൽ. മുൻഫസിൽ മദ്ദക്ഷരവും അടുത്ത കലിമത്തിൽ ഹംസയും. വലാ അഖാഫു 4ാമത്തെ. അപ്പം അത് ഇതുപോലെ വേറെയും വരാം. നിങ്ങൾക്ക് ലീന് വരുന്നുണ്ട്, ആരിൽ വരുന്നുണ്ട്, ലാസിം ഹർഫിയും കലിമത്തും ഇവിടെ വന്നു. അപ്പോൾ ഇതൊക്കെ ഉദാഹരണം വേറെയും വരും. അപ്പം മനസ്സിലാക്കുക. മദ്ദുല്ലീന്, മുത്തസില്, മുൻഫസില്. അപ്പം മദ്ദുകളൊക്കെ നന്നായി മനസ്സിലാക്കുക. അസ്ലിയായ മദ് കൊണ്ട് വരുന്നത്
ഒക്കെ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ എഴുതാൻ വന്നാൽ ഉദാഹരണങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഉദാഹരണം പലതും വരാം. അപ്പോൾ ഇതിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇവിടെ മദ്ദശത്തിന് ശേഷം ശബ്ദമുള്ള ഒരു അക്ഷര വന്നതെന്നുണ്ടെങ്കിൽ എന്താണ്? അത് ലാസിമാണ്. അപ്പം അത് കലിമത്താണ്, അതും കൂടി മനസ്സിലാക്കുക. അപ്പം ലാസിം എന്നതിനും ഇത് എഴുതാം, ലാസിം കലിമത്ത് എന്നുള്ളതിനും ഇതന്നെ ഓപ്ഷനാക്കിയിട്ട് എഴുതാം. അപ്പോൾ അത് രണ്ടും മനസ്സിലാക്കുക. ഇത് ഹർഫുകളിൽ വന്നതാണ്, അത് മനസ്സിലാക്കുക. ലാസിമും ലാസിം ഹർഫിയും ആണെന്നുള്ളത് മനസ്സിലാക്കണം. അതുപോലെ മദ്ദുൽ ആരിൽ, മദ്ദശത്തിന് ശേഷം സുക്കൂന് വരുന്നു, പുതുതായിട്ട് സുക്കൂന് വരുന്നു. മദ്ദുൽ ആരിൽ. മദ്ദുൽ ലീന്, വാവും യാ ഓ ലീനക്ഷരമായ വാവു യാന് ശേഷം സുക്കൂന് വരുന്നത് മദ്ദുൽ ലീന്. അപ്പോൾ ഇവിടെ വാവിന് സുക്കൂന് വരും, അതൊന്ന് മനസ്സിലാക്കിയാൽ മതി, മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് തജ്വീദുൽ ഖുർആനിൻ്റെ ഈ മോഡൽ ചോദ്യ പേപ്പറിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പം ഇത് തന്നെ പഠിച്ചാൽ, ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഉദാഹരണങ്ങളൊക്കെ പറയുന്നതൊക്കെ മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് അടുത്ത എക്സാമിലേക്ക് മനസ്സിലാക്കി പഠിക്കാൻ കഴിയും. പാഠത്തു നിന്നല്ല, പാഠത്തിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് പോലെ അവർക്കും ഉപകാരപ്പെടട്ടെ. ഒരു ജാരിയായ സദക്കയായി അള്ളാഹുദ് സ്വീകരിക്കട്ടെ. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.